ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, പ്രണയ ദിനം. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് ലോകത്തിലെ ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനാണെന്നറിയാം? ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പ്രണയം അഭ്യർത്ഥിക്കാനാണ് ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അല്ലേ? ഭയങ്കര ചങ്കുറ്റം വേണം. എത്ര വലിയ ധീരനായ ഒരു പുരുഷനാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് പ്രണയം തുറന്നു പറയുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ് വാലന്റൈൻസ് ഡേ, ഫെബ്രുവരി 14. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വാലന്റൈൻസ് ഡേയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. അല്ലേ? പല ആളുകൾക്കും അറിയാം, എങ്കിലും നമുക്ക് ഈ ഫെബ്രുവരി 14 ചരിത്രം എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ റോമൻ ഡൈനാസ്റ്റി എന്നൊക്കെ? അതായത് പുരാതന റോമില് ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടം, അതായത് AD 41 മുതൽ AD 54 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്ലോഡിയസ് ചക്രവർത്തി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് നമുക്കറിയാം, പുരുഷന്മാർ എന്ന് പറയുന്നത് വളരെയേറെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ്, അല്ലെ? വളരെയേറെ യുദ്ധപ്രിയരാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു തോന്നല്, അതായത് പുരുഷന്മാർക്കൊന്നും യുദ്ധത്തില് വലിയ താല്പര്യമില്ല, അവർ കുടുംബജീവിതമായിട്ട് ഇരിക്കുകയാണ്, ഒരു ആത്മാർത്ഥതയില്ല യുദ്ധത്തില് എന്നൊക്കെ ക്ലോഡിയസ് ചക്രവർത്തിക്ക് ഒരു തോന്നലുണ്ടാകുകയും അവിടെ വെച്ച് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് റോമില് വിവാഹം എന്ന് പറയുന്നത് അദ്ദേഹം നിർത്തിവെച്ചു. അത് വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ടു. മീൻസ് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അതുപോലെ തന്നെ പ്രണയം എന്ന് പറയുന്നത്, അല്ലെ, പ്രണയത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് എന്താണ്? വിവാഹം തന്നെയാണ്. ഇപ്പൊ വിവാഹം കഴിക്കാത്ത ഒരു വലിയൊരു ജനത ആകുകയും മൊത്തം ഒരു വലിയൊരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു അവസ്ഥ അവിടെ സംജാതമായി. ആ സമയത്താണ് നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്നത്, ഒരു ബിഷപ്പാണ് കേട്ടോ. അതായത് ബിഷപ്പ് വാലന്റൈൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ പ്രണയത്തിനെയും വിവാഹത്തിനെയൊക്കെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ രാജാവൊന്നും അറിയാതെ തന്നെ ഈ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുകയും വിവാഹങ്ങള് ആരും അറിയാതെ നടത്തി കൊടുക്കുകയും ചെയ്തു. ആര്? ഈ ബിഷപ്പ് വാലന്റൈൻ പറയുന്ന അദ്ദേഹം. അപ്പൊ ഇതങ്ങനെ രാജാവിന് അറിയുകയും, രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം രാജാവ് അറിയുകയും ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബിഷപ്പ് വാലന്റൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹം അവിടെ ജയിലിലുണ്ടായിരുന്ന സമയത്ത് ഈ ജയിലറിന്റെ ഒരു മകളുണ്ട്, ഒരു അന്ധയായ ഒരു പെൺകുട്ടിയാണ്, കണ്ണുകാണാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയായിട്ട് പ്രണയത്തിലാവുകയും പ്രണയത്തിലായി. ഇതെല്ലാം രാജാവിന്റെ കിങ്കരന്മാരും രാജാവും തിരിച്ചറിയുകയും മൊത്തം അദ്ദേഹത്തിന് തല ഛേദിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ചെറിയ ലെറ്റർ ബോക്സിൽ ലെറ്റർ എഴുതുകയും അതിൽ എഴുതിയ വേർഡ് എന്ന് പറയുന്നത് ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു. അതായത് എന്ന് സ്വന്തം വാലന്റൈൻ എന്ന് പറയുന്ന അത് എഴുതി വെച്ചിട്ട് അദ്ദേഹം മറ്റേ കുറിപ്പ് കൊടുത്തുവിടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ശിരച്ഛേദം കഴിയുകയും ചെയ്തു. ശിരച്ഛേദം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലെറ്റർ, ഈ കുറിപ്പ് എന്ന് പറയുന്നത് ഈ പ്രണയിനിക്ക് കിട്ടുന്നത്. ഫെബ്രുവരി 14 അപ്പൊ അതില് എഴുതിയ വേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം യുവർ വാലന്റൈൻ, എന്ന് സ്വന്തം വാലന്റൈൻ എന്നായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ബിഷപ്പ് വാലന്റൈൻ്റെ ദിനമായിട്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിന് വേണ്ടി മരിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. യൂറോപ്പിൽ പിന്നെ എല്ലാ ആളുകളും ആഘോഷിക്കില്ല, ഓരോ ദിവസങ്ങളും അവർ സെലിബ്രേറ്റ് ചെയ്യണേ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഉണ്ട്, മീൻസ് ഓരോരോ ഡേ ആയിട്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിന് മുമ്പ് 7 ദിവസം, അതായത് വാലന്റൈൻ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 14 ബിഗ് ഡേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫെബ്രുവരി 7 തീയതി മുതൽ തന്നെ അവിടെ പ്രണയിക്കുന്ന ആളുകളും ലവേഴ്സും അതുപോലെ തന്നെ ദമ്പതിമാരും പ്രണയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആളുകളും
എല്ലാം ഈ ഡേകളെല്ലാം ആഘോഷിക്കാറുണ്ട്. ജസ്റ്റ് ഒരാഴ്ച മുമ്പ് നിൽക്കുന്ന പ്രണയത്തിലെ ഏതൊക്കെ ഡേ എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ഫെബ്രുവരി 7 എന്ന് പറയുന്നത് റോസ് ഡേ എന്ന് പറയും. ഓക്കെ. ഫെബ്രുവരി 8 എന്ന് പറയുന്നത് പ്രൊപ്പോസ് ഡേ. ഓക്കെ. ഫെബ്രുവരി 9 എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഡേ. ഫെബ്രുവരി 10 എന്ന് പറയുന്നത് ടെഡി ഡേ. ഫെബ്രുവരി 11 എന്ന് പറയുന്നത് പ്രോമിസ് ഡേ. ഓക്കെ. ഫെബ്രുവരി 12 എന്ന് പറയുന്നത് കിസ് ഡേ. ഇന്നലെ എത്ര പേര് കിസ് ചെയ്തു? ഓക്കെ, അത് വെറുതെ പറഞ്ഞാട്ടാ. ഫെബ്രുവരി 13 എന്ന് പറയുന്നത് ഹഗ് ഡേ. ഫെബ്രുവരി 14 ഫൈനല് ബിഗ് ഡേ എന്ന് പറയുന്ന വാലന്റൈൻസ് ഡേ. അതാണ് ഇതിന്റെ ക്രമം എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്കിപ്പോ ഫെബ്രുവരി 14 എന്ന് പറയുന്ന പല ഓർമ്മകൾ ഉണ്ടാവും, അതിന്റെ പല സ്റ്റോറീസ് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും അവരവരുടെ ഒരു സ്റ്റോറി ഉണ്ടാകുമല്ലോ. ഫെബ്രുവരി 14 എന്ന് പറയുന്നത് വളരെ രസകരമായ ഡേ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഫെബ്രുവരി 14 എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഡേ ആണ്. ഫെബ്രുവരി 14 എനിക്കുണ്ടായ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് രസകരമായി പറയുന്നത്. ഓക്കെ.